ട്രിവാൻഡ്രം പാപ്പനംകോടിന് സമീപം നമുക്ക് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് ഒരു കിടിലം ഒറ്റ നില വീടാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. 4 സെൻറ്റിലാണ് ഈ ഒരു വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 850 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം പാപ്പനംകോട് നിന്ന് നമുക്കൊരു 4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ പുറത്ത് എക്സ്റ്റീരിയർ ലുക്ക് കണ്ടിരുന്നു, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് റോട്ട് നോക്കാം. നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിന് വാട്ടർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ 5x5 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നുണ്ട്. പ്ലാവിലാണ് ഈ ഒരു ഡോറ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഡോറാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് മാക്സിമം നമുക്ക് ഈ ഒരു ഏരിയ എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയ നമുക്ക് ടോട്ടലി വരുന്നത് 14x18 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടോ TV യൂണിറ്റ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സീലിംഗ് എല്ലാം തന്നെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഈ TV യൂണിറ്റ് അത്യാവശ്യം വലിയൊരു TV വരെ വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് പുറകിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഉണ്ടോ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ സ്പേസ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമുക്കിവിടെ വാഷിംഗ് ഏരിയ വരുന്നത്. മിറർ, നമുക്ക് സിങ്കും ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്, ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇവിടെ കുറച്ച് ഡെക്കോർ ഐറ്റമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിച്ചൺ വരുന്നത് നമുക്ക് 10x12 ഡയമെൻഷനിലാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷനിൽ നമുക്ക് മോഡുലർ കിച്ചണാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൾട്ടി പർപ്പസിങ് ആയിട്ടുള്ള സിങ്ക് ഇതാ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇതായി ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് പുറകുവശത്തായിട്ട് ഒരു വർക്ക് ഏരിയ കൂടെ വരുന്നുണ്ട്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തും നമുക്കൊരു സിങ്കും നമുക്കിവിടെ അടുപ്പൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇത് ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ ഫുള്ളും തന്നെ ക്ലോസ്ഡ് ആണ് കണ്ടോ, അതുകൊണ്ട് സേഫാണ്. നമുക്ക് നമുക്ക് വർക്ക് ഏരിയ എല്ലാം തന്നെ സേഫാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഇത് തുറന്ന് നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ നമുക്കിത് അവിടെ നനകല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ടൊക്കെ പോകാനൊക്കെയുള്ള സ്പേസും ഉണ്ട്. ഫുള്ള് നമുക്ക് മഴയൊന്നും നനയാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഈ സൈഡിലുള്ള ഈ ചുമര് ഫുള്ളും തന്നെ ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫാൻസി ലൈറ്റുകൾ നമുക്ക് പല ഭാഗത്തായിട്ട് ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് TV യൂണിൻ്റെ ഇട സൈഡും ഒരു ബെഡ്റൂം നമുക്ക് വലത് സൈഡ് 2 ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. നമുക്കപ്പം ഓരോ ബെഡ്റൂം കാണാം. നമുക്ക് ആദ്യം വലത് ഭാഗത്തുള്ള ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 13x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു വാർഡ്രോബ് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയൊരു മിറർ ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തുള്ള കാഴ്ച കാണാം. അപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്ക് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്കും ബാക്കി എല്ലാ സംഭവവും വരുന്നുണ്ട്. ഇനി നമുക്കിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് TV യൂണിൻ്റെ ഇട സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമും നമുക്ക് 13x12 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഈ ഭാഗത്താണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. 2 ഡോറിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു മിററും ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ വരുന്നത്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു ഡോറാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്ത് കണ്ട അതേ സ്പേസ് ഒക്കെ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ഫിറ്റിങ്സും തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിങ് പ്രൈസ് വരുന്നത് 43 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വീട് നിങ്ങൾക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോണ്
നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ ട്രിവാൻഡ്രത്ത് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.